101.5 FM ആകാശവാണി കണ്ണൂർ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റേഡിയോ ടീച്ചർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായി മാറുന്ന ഏക ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയം. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി മാറി. ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഹൈടെക് ആക്കുന്നു. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ രാജ്യത്തിന് അഭിമാനമായി മാറുന്ന ഏക ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയം. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു 101.5 FM ആകാശവാണി കണ്ണൂർ. പഠിച്ചു മുന്നേറാം, രസിച്ചു മുന്നേറാം ഈ സമയവഴിയിലൂടെ. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ഈ ക്വിസ് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായി ഈ പരിപാടിയുടെ അവസാനം 2 ജനറൽ നോളജ് ചോദ്യങ്ങൾ. അവയുടെ ഉത്തരം രാത്രി 9 മണിക്ക് മുമ്പ് വാട്സാപ്പ് ചെയ്താൽ നറുക്കെടുപ്പ്, അപ്രതീക്ഷിത സമ്മാനം. ഓക്കെ, വാട്സാപ്പ് നമ്പർ 9495967080 9495967080. ഉത്തരങ്ങൾ അയക്കുമ്പോൾ സ്വന്തം പേരും സ്കൂളിന്റെ പേരും ജില്ലയും ടൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. റേഡിയോ ടീച്ചർ വാട്സാപ്പ് നമ്പർ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. നമ്പർ ഒരിക്കൽ കൂടി 9495967080. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റേഡിയോ ടീച്ചർ, Let us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ KP സുനിൽകുമാർ, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. നമുക്ക് ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ടീം എ. ഞാൻ പ്രാർത്ഥന അനി. ഞാൻ ജിൻസി KK. ഞങ്ങൾ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയിലെ വിദ്യാർത്ഥികളാണ്. ടീം ബി. ഞാൻ ഹരിശങ്കർ MV. ഞാൻ ജാസിയ എവി. ഞങ്ങൾ വരുന്നത് GHSS കണ്ണാടിപ്പറമ്പിൽ നിന്നാണ്. ടീം സി. ഞാൻ സാംകിരൺ M. ഞാൻ സംഗീർ സുബി. ഞങ്ങൾ വരുന്നത് PRM കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. ടീം ഡി. ഞാൻ നാസിയ ഷിറിൻ. ഞാൻ പുണ്യ. ഞങ്ങൾ GGVHSS ചെറുകുന്നിൽ നിന്ന് വരുന്നു. ടീം ഇ. ഞാൻ ആഷിഫ KV. ഞാൻ അജ ഫാത്തിമ, പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. പ്രശ്നോത്തരി 2ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ റൗണ്ടിൽ അല്പം വിശദീകരിച്ച് ഉത്തരത്തിലേക്ക് പോകണം. 10 മാർക്കാണ് ഓരോ ഉത്തരത്തിനും നൽകുക. പാസ് ചെയ്ത് ഉത്തരം പറയുന്ന ടീമിന് 5 മാർക്കാണ് ലഭിക്കുക. ഒരു ടീമിലേക്ക് മാത്രമേ പാസിംഗിനുള്ള അവസരമുണ്ടാവുകയുള്ളൂ. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം. നമുക്കറിയാം, അനുഭവങ്ങളാണ് എഴുത്തുകാർക്കുള്ള മികച്ച സമ്പത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ കടലാണ് തന്റെ കവിതയ്ക്കുള്ള മഷിപ്പാത്രമെന്ന് വൈലോപ്പിള്ളി വ്യക്തമാക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഒരു എഴുത്തുകാരൻ തനിക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളെ വൈകാരികമായും ഭാവാത്മകവുമായി പകർത്തുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ അവ ആഴത്തിൽ പതിയുകയാണ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: അപ്പോൾ എന്റെ അഭിമാനം ഉച്ചകോടിയിലെത്തിപ്പോയി. SK പൊറ്റക്കാടിന് അഭിമാനം തോന്നിയത് എപ്പോഴാണ്? ടീം എ ആണ് ഉത്തരം പറയേണ്ടത്.
എസ് കെ പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥ എന്ന കഥയിലെ ഭാഗമാണിത്. ഇവിടെ എസ് കെ പൊറ്റക്കാടിന്റെ നാട്ടിലുള്ള ഒരു യുവാവ് തന്റെ അമ്മയെ ഉപേക്ഷിക്കുകയാണ്. തന്റെ സ്വന്തമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ അമ്മയെ ആ യുവാവ് ഉപേക്ഷിക്കുന്നു. ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി എസ് കെ പൊറ്റക്കാട് കത്തെഴുതിയത്. ഈ കത്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥ എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. ഈ യുവാവ് തന്റെ അമ്മയെ ഉപേക്ഷിക്കുന്നു. വൃദ്ധയായ അമ്മ വൃത്യപ്പണി ചെയ്തും മറ്റു പല ജോലികളും ചെയ്താണ് ഈ മകനെ വളർത്തിയിരുന്നത്. മകന് പല സാധനങ്ങൾ വാങ്ങാനായി അമ്മ വളരെയധികം കഷ്ടപ്പെട്ടു. അമ്മ മകൻ അയച്ച കത്തുകളിൽ ലേഖകൻ എസ് കെ പൊറ്റക്കാട് ചില സരസ്വതി വിലാസങ്ങൾ ചേർത്താണ് കത്തെഴുതിയത്. അത്തരം സരസ്വതി വിലാസങ്ങൾ മകന്റെ മനസ്സിൽ ചില ആഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. മകന്റെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കത്തക്ക വിധം മൂർച്ചയേറിയ വാക്കുകളാണ് എസ് കെ പൊറ്റക്കാട് തന്റെ കത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മകന് കത്തയച്ചതിനു ശേഷം സരസ്വതി വിലാസങ്ങൾ ചേർത്ത് ആ കത്ത് വായിച്ചാണ് മകന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്. അങ്ങനെ തന്റെ അമ്മയ്ക്ക് ആവശ്യമായ പണവും ഒരു പ്രാവശ്യം വന്ന് കാണുകയും ചെയ്തു. അങ്ങനെ ആ അമ്മയ്ക്ക് അവസാന കാലത്ത് ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ അമ്മയ്ക്ക് വേണ്ടി താൻ എഴുതിയ ആ കത്തുകളാണ് തന്റെ ആദ്യത്തെ കഥ എന്ന് അദ്ദേഹം പറയുന്നു. പൊരിയുന്ന വയറും എരിയുന്ന നെഞ്ചുമായി നിൽക്കുന്ന ആ അമ്മയ്ക്ക് സ്വന്തം മകനെ തിരിച്ചു കൊടുക്കുകയാണ് ലേഖകൻ ചെയ്യുന്നത്. അങ്ങനെ മകന്റെ മനസ്സു മാറ്റാൻ എസ് കെ പൊറ്റക്കാടിന് സാധിച്ചു. അതിനാലാണ് എസ് കെ പൊറ്റക്കാടിന് തന്റെ അഭിമാനം ഉച്ചകോടിയിലെത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ടീം എ 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. 2 പാഠഭാഗങ്ങളിലെ 2 വസ്തുതകളെ താരതമ്യം ചെയ്യുവാനുള്ള ഒരു അവസരമാണ് ഈ ചോദ്യത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ചോദ്യം ഇതാണ്: അവൻ അമ്മയോട് ആരാണ് അവർക്ക് ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നു എന്ന് ചോദിച്ചതായും ഒരു കുട്ടിയാണ് എന്ന് തള്ള പറഞ്ഞതായും അറിഞ്ഞു. അപ്പോൾ എന്റെ അഭിമാനം ഉച്ചകോടിയിലെത്തിപ്പോയി. നമ്മൾ പരിചയപ്പെട്ടു, നമ്മൾ പഠിച്ച കഥ, ഞാൻ കഥാകാരനായ കഥ. എന്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ 30 രൂപയേക്കാൾ എത്രയോ വലുതായിരുന്നു. അക്കർമാശിയിലെ പാഠഭാഗമാണ്. ഈ 2 സന്ദർഭങ്ങളെയാണ് താരതമ്യം ചെയ്യുവാൻ ടീം ബി ശ്രമിക്കേണ്ടത്. എസ് കെ പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥയിൽ അദ്ദേഹം തന്റെ സർഗസൃഷ്ടി കൊണ്ട് ഒരു വൃദ്ധമാതാവിന്റെ ജീവിതം രക്ഷിക്കൂടി ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ മകൻ വൃദ്ധമാതാവിനെ ഉപേക്ഷിച്ചു. തന്റെ മകൻ തന്നെ ഉപേക്ഷിച്ചു എന്നിട്ടാണ് വൃദ്ധമാതാവ് എസ് കെ പൊറ്റക്കാടിന്റെ അടുത്ത് പോകുന്നത്. ആ സമയത്ത് എസ് കെ പൊറ്റക്കാട് തന്റെ സർഗസൃഷ്ടിയിലൂടെ വൃദ്ധമാതാവിന്റെ മകനെ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി തന്റെ സർഗസൃഷ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം കൊണ്ട് അദ്ദേഹം അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അക്രമാശി എന്നുള്ള കഥയില് ശരൺകുമാർ ലിംബാളെ കടുത്ത ദാരിദ്ര്യത്തിനുടമയാണ്. അക്രമാശിയില് ശരൺകുമാർ ലിംബാളയ്ക്ക് വഴിയിൽ നിന്ന് ഒരു 30 രൂപ വീണ് കിട്ടുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അത് ചെലവാക്കാനെന്ന് പറഞ്ഞിട്ട് കൂടി അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സത്യസന്ധത അത്രക്കും വലുതാണ്. അതേപോലെ തന്നെയാണ് എസ് കെ പൊറ്റക്കാടിന്റെ കഥാകാരനായ കഥയിലുള്ളത്. അക്രമാശിയില് സത്യസന്ധത കൈവിടാതെ സമൂഹ ഉന്നതിക്കും എല്ലാം വേണ്ടിയിട്ട് ശരൺകുമാർ ലിംബാളെ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എസ് കെ പൊറ്റക്കാട് ഞാൻ കഥാകാരനായ കഥയില് തന്റെ സർഗശേഷി കൊണ്ട് ഒരു വൃദ്ധമാതാവിന്റെ അവസാന നാളുകള് സുഖപ്രദമാകാനും സന്തോഷകരമായി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉത്തരം ശരിയാണ്. ഉത്തരം പൂർണ്ണമാണ്. മറ്റൊരാളെ തന്റെ കല കൊണ്ട് രക്ഷിക്കുക എന്നതാണ് ഒരു കലാകാരന് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം. ഇതുപോലുള്ള സംഗതി തന്നെയാണ് എസ് കെ ഇവിടെ ചെയ്തത്. അതുവഴിയാണ് അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചത്. ഒരിക്കലും താൻ കൈവിടില്ലെന്ന് കരുതിയ ഒരു വലിയ നിശ്ചയദാർഢ്യത്തെ, സത്യസന്ധതയെ കൈവിട്ടു പോകാത്ത രീതിയിൽ സംരക്ഷിച്ചതിന്റെ സന്തോഷമാണ് രണ്ടാമത് പറഞ്ഞ പാഠഭാഗത്ത്. തീർച്ചയായും ചേർത്ത് മനോഹരമായി താരതമ്യം ചെയ്ത ടീം ബിക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചില കാര്യങ്ങൾ വായിക്കുമ്പോഴും ചില കാര്യങ്ങൾ കാണുമ്പോഴും ചിലത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ചിരി വന്നേക്കാം. എനിക്കപ്പോൾ സഹതാപവും ഉള്ളിൽ ചിരിയും വന്നു. എന്തുകൊണ്ടാവാം ലേഖകന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി? പാഠഭാഗം വ്യക്തമായിരിക്കും. ടീം സി ഉത്തരം പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ കഥാകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു കഥയാണ് ഞാൻ കഥാകാരനായ കഥ എന്നത്. ഇതിലെ ഒരു പാഠസന്ദർഭമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ എസ് കെ പൊറ്റക്കാടിന് ഒരേ സമയം ചിരിയും അതേസമയം സഹതാപവും വരുന്നുണ്ട്. ഇവിടെ സഹതാപം വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആ വൃദ്ധയായ മാതാവിനെ തന്റെ സ്വന്തം മകൻ അത്രയും അധികം കഷ്ടപ്പെട്ട് ചെറുപ്പകാലം മുതൽ കഷ്ടപ്പെട്ട് വൃത്യപ്പണി ചെയ്തും അത്രയും കഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങിയും തന്റെ മകൻ ഒരു നല്ല ഉദ്യോഗസ്ഥനാകണം എന്ന രീതിയിൽ പ്രയത്നിച്ച് തന്റെ മകനെ ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കി തീർത്ത ഒരു അമ്മയുടെ ഒരു രോദനം കണ്ടിട്ടാണ്
ഇവിടെ SK പൊറ്റക്കാട് ഒരു കത്ത് എഴുതുന്നത്. ആ കത്ത് കണ്ടിട്ടാണ് ഇവിടെ താൻ സ്നേഹിച്ച പെണ്ണിനും തനിക്ക് ലഭിക്കേണ്ട സുഖസൗകര്യങ്ങളും ഓർത്ത് തന്റെ അമ്മയെ ഉപേക്ഷിച്ച് അന്യനാട്ടിൽ പോയി താമസിച്ച മകൻ തിരിച്ചു വരുന്നത്. അതിനാൽ തന്നെ കവിക്ക് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. കൂടാതെ സഹതാപം തോന്നാനുള്ള കാരണം അത്രയധികം കഷ്ടപ്പെട്ട് തന്റെ മകനെ വളർത്തിയ അമ്മ അവസാന നിമിഷങ്ങളിൽ കുറെ കാലം വളരെയധികം പട്ടിണിയും ദാരിദ്ര്യവും അതേസമയം സങ്കടങ്ങളും അനുഭവിച്ചാണ് മരിച്ചത്. അതിനാൽ തന്നെ കവിക്ക് ആ അമ്മയുടെ അവസ്ഥയോർത്തിട്ടാണ് ആ സമയം സങ്കടം വന്നത്. ഇവിടെ കഥാകൃത്തിന് സഹതാപം വന്നത് ആ അമ്മയ്ക്ക് തന്റെ മകന്റെ വാത്സല്യം അവസാന നാള് വരെ കിട്ടിയില്ലല്ലോ എന്നോർത്തിട്ടും ചിരി വന്നത് ആ മടയനായ മകനെ തന്റെ ഭാര്യയുടെ നടപടി ദൂഷ്യം കണ്ടുപിടിക്കാൻ 17 വർഷം വേണ്ടി എന്നോർത്തിട്ടുമാണ്. കൂടാതെ SK പൊറ്റക്കാടിന്റെ തന്റെ കത്തിലൂടെയാണ് ആ മകന് തന്റെ ഭാര്യയുടെ നടപടി ദൂഷ്യം മനസ്സിലായത്. അതിനാലാണ് SK പൊറ്റക്കാടിന് ചിരി വന്നത്. ഉത്തരം ശരിയാണ്. ടീം സി ഉത്തരത്തിലേക്ക് കൃത്യമായി വന്നു ചേർന്നിട്ടുണ്ട്. അമ്മയുടെ സത്യസന്ധമായ സ്നേഹം, ഭാര്യയുടെ നാട്യം, ഈ രണ്ട് അവസ്ഥകളെയാണ് ഇവിടെ ഒന്ന് സഹതാപമായും മറ്റൊന്ന് ചിരിയായും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ടീം സി 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഒരു പ്രതികരണമാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മ ആഗ്രഹിച്ചതുപോലെ ആ മകൻ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായി, ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥയിൽ അനുരക്തനുമായി. ആ പ്രേമസത്വത്തെയും കൊണ്ട് അകലെ ഒരിടത്ത് അമ്മയെ ഉപേക്ഷിച്ച് സുഖിക്കുകയാണ്. മകന്റെ പ്രവൃത്തിയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താ? മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായ SK പൊറ്റക്കാടിനെ ചെറുകഥകൾ എഴുതുവാൻ പ്രേരിപ്പിച്ച ഒരു അനുഭവമാണ് ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. സ്വന്തം മകനെ നല്ലവണ്ണം വളർത്തുവാനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും വേണ്ടി തന്റെ സകല മുതലും വിറ്റ് അയൽ വീടുകളിൽ ഭൃത്യപ്പണിയെടുത്ത് ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു വൃദ്ധ മാതാവ്. പക്ഷേ ഒടുവിൽ ആ മകൻ ഒരു ഉദ്യോഗസ്ഥനായി, ഒരു ഉദ്യോഗസ്ഥയിൽ അനുരക്തനുമായി. ആ അമ്മയെ മറന്ന് പ്രേമസത്വത്തെയും കൂട്ടി അകലെ ഒരിടത്ത് സുഖമായി വാഴുകയും ചെയ്തു. ആ അമ്മ മകന് ചെയ്തു കൊടുത്ത ത്യാഗങ്ങളും മകന് വേണ്ടി അനുഭവിച്ച ദുരിതങ്ങളും മറന്നു. അവനെ വയറു നിറയെ ഉണ്ണാൻ വേണ്ടി അമ്മ പഷ്ണി കിടന്നതും അവന് സ്കൂളിലേക്ക് സ്കൂർപേട്ടിയും വരക്കോലും വാങ്ങുവാൻ വേണ്ടി തന്റെ അരയിലെ ഏലസിലെ ഒരു പൊൻപണം തൂക്കി വിറ്റതും അവൻ മറന്നുപോയി. അവൻ ആ അമ്മയെ കുടം പിടിച്ച പട്ടിയെ പോലെ ആട്ടിപ്പായിച്ചു. അമ്മ മകന് വേണ്ടിയായിരുന്നു തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത്. മകന് വേണ്ടിയായിരുന്നു ആ അമ്മ ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം. പക്ഷെ അവസാന കാലം മകൻ അമ്മയെ സംരക്ഷിക്കുന്നതിനു പകരം ആ അമ്മയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അമ്മ മകന് ചെയ്ത ത്യാഗങ്ങളെല്ലാം മകൻ ഒരു പ്രണയത്തിന്റെ പേരിൽ എല്ലാം മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ലോകത്തെ ഒരു മക്കളും തന്റെ മാതാപിതാക്കളോട് ചെയ്തുകൂടാത്ത ഒരു തെറ്റാണ് മകൻ തന്റെ അമ്മയോട് ചെയ്യുന്നത്. വയസ്സുകാലത്ത് അവർ നമുക്ക് എത്ര കരുതലും സ്നേഹവും തന്നുവോ അതിനിരട്ടിയാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ മകൻ അമ്മയെ അന്യരെ പോലെ കാണുകയും ഒരു കുടം പിടിച്ച പട്ടിയെ പോലെ ആട്ടിപ്പായിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. മകൻ അമ്മയെ വെറുക്കുന്നു. പക്ഷെങ്കിൽ ആ അമ്മയുടെ സ്നേഹം ഇപ്പോഴും മകനിൽ നിലനിൽക്കുന്നുണ്ട്. ലോകത്ത് ഒരു മാതാപിതാക്കളും തന്റെ മക്കളെ അവർ മരിക്കുന്നത് വരെ വെറുക്കുന്നില്ല. പക്ഷേ ചില മക്കൾ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നേട്ടത്തിലേക്ക് പടി കയറി വന്നത് തന്റെ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അല്ലെ അവർ അവർക്ക് ചെയ്തു കൊടുത്ത നന്മകൾ കൊണ്ടുകൂടിയാണെന്ന് ചില മക്കൾ മറന്നുപോകുന്നു. മകൻ അമ്മയോട് ഒരു തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ ഒരു പുറത്തുകൂടാത്ത അല്ലെങ്കിൽ ഒരു അക്ഷന്തവ്യമായ കാര്യമാണ് ചെയ്തതെന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെ കാണാൻ സാധിക്കുന്നു. മാതൃസ്നേഹം മനസ്സിലാക്കാത്ത ഒരു മകന്റെ പ്രവൃത്തിയെ നാം പൂർണ്ണമായും നിഷേധിക്കുന്നു. ഉത്തരം പൂർണ്ണമായും ശരിയായിട്ട് മനസ്സിലാക്കിയാണ്. കാരണം ഇവിടെ പുതിയ തലമുറ ചിലപ്പോഴെങ്കിലും ഭയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് വളർത്തി വലുതാക്കിയവരെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന സംഭവങ്ങൾ. പരിഗണനയും സഹകരണവും കൊണ്ട് യഥാർത്ഥത്തിൽ വൃദ്ധരായവരെ ചേർത്തു നിർത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ടീം ഡിക്ക് 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഒരു സന്ദർഭത്തിന്റെ പ്രത്യേകതയിലേക്കാണ് ചോദ്യം പോകുന്നത്. എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ഒരു ദരിദ്ര മാതാവിന്റെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനും പ്രേമാന്ധനായി വഴിവിഴച്ചു പോയ ഒരു യുവാവിനെ മാതൃഹൃദയത്തിന്റെ ഒരു ചിത്രം വരച്ചു കാണിച്ച് മനസ്സിളക്കി തീർക്കാനും ഒരിക്കൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു. ഈ സന്ദർഭത്തിന്റെ പ്രത്യേകതകൾ എന്തല്ല? SK പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥ എന്ന കഥയിലെ ഭാഗമാണ് തന്നിട്ടുള്ളത്. അമ്മ മകന്റെ വിദ്യാഭ്യാസത്തിനായി സകലതും
ചെയ്തിട്ടുണ്ട്. ഭൃത്യപണി ചെയ്തും മറ്റും ചെയ്തുമൊക്കെ അമ്മ പണം സമ്പാദിച്ച് മകനെ നന്നായി വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചിരുന്നു. അത്രക്കും ദരിദ്ര ജീവിതമായിരുന്നു അവരുടേത്. മകന് വേണ്ടി വരക്കോലും സ്കൂൾ പെട്ടി വാങ്ങാൻ വേണ്ടി തന്റെ അരയിലിരുന്ന പൊൻപണം വരെ അമ്മ വിറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത്രക്കും അമ്മ തന്റെ സ്വന്തം കാര്യം വരെ ചിന്തിക്കാണ്ടാണ് മകന് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ മകന് വിദ്യാഭ്യാസം കിട്ടിയിട്ടും അമ്മയെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. നാം വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ മകൻ അതൊരിക്കലും ഓർത്തില്ല. തന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് അവൻ കുറച്ച് അകലെയായി താമസിക്കുകയും കുടംപിടിച്ച പട്ടിയെ പോലെ അമ്മയെ അവഗണിക്കുകയും വെറുക്കുകയും ചെയ്ത് മറ്റൊരു ദേശത്ത് താമസിക്കുകയും ചെയ്തു. ഈ അനുഭവങ്ങൾ സ്കൂൾ കുട്ടിയായ പൊറ്റക്കാടിനോട് ആ വൃദ്ധയായ മാതാവ് പറയുകയും പൊറ്റക്കാട് തന്റേതായ സരസ്വതി വിലാസങ്ങൾ ചേർത്ത് മകന് കത്തയക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് മകൻ ഭാര്യ അറിയാതെ കുറേശ്ശെ കാശ് മാതാവിന് അയക്കുകയും അന്ത്യനാളിൽ ആ മാതാവിന് കുറച്ചെങ്കിലും സന്തോഷം പൊറ്റക്കാടിന് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. പൊറ്റക്കാടിന്റെ ആ കത്ത് വായിച്ചത് കൊണ്ട് തന്നെ മകൻ അമ്മയെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം എസ് കെ പൊറ്റക്കാട് കണ്ടപ്പോൾ താൻ ചെയ്ത കാര്യം അത്രക്കും മഹത്തായ കാര്യമാണ്. ഒരു വൃദ്ധയായ മാതാവിനെ തന്റെ അവസാന കാലങ്ങളിൽ ലഭിക്കേണ്ട കാര്യങ്ങൾ താൻ മൂലം ചെയ്തു കൊണ്ട് ആ മാതാവിന് നല്ല സന്തോഷം ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ എസ് കെ പൊറ്റക്കാടിന് നല്ലോണം അഭിമാനം ലഭിച്ചു. ഉത്തരം ശരിയാണ്. എരിയുന്ന നെഞ്ചും പൊരിയുന്ന വയറും എന്ന പ്രയോഗം ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അമ്മ അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെ തീഷ്ണതയും അമ്മയുടെ ഇപ്പോഴത്തെ അവശതയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മയെ മറന്ന് ജീവിച്ച മകനോടുള്ള എഴുത്തുകാരന്റെ പ്രതിഷേധം ഈ വാക്കുകളിൽ കാണാം. തന്റെ പ്രവർത്തന ലക്ഷ്യം കണ്ടതിലും എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചതിനാലുമാണ് അദ്ദേഹത്തിന് അഭിമാനമുണ്ടായി. എഴുത്തുകാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എന്ന സന്ദേശമാണ് ഈ വരികളിലൂടെ, ഈ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുക. ടീം ഇക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. അശ്വമേധം എന്ന പാഠഭാഗത്ത് കുതിരയുടെ വിശേഷണങ്ങളിലൂടെയാണ് കവിത പാഞ്ഞു പോകുന്നത്. അത് വയലാറിന്റെ കാവ്യശക്തി കൂടിയാണ്. ചോദ്യം ഇതാണ്: കുതിരയുടെ കരുത്തിനെ കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത്? കാല്, കണ്ണ് ഇവയുടെ പ്രത്യേകത എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? വയലാറിന്റെ അശ്വമേധം എന്ന കവിതയിൽ കുതിര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യരുടെ സർഗശക്തിയെയാണ്. അശ്വമേധം എന്ന പദത്തിനർത്ഥം ഒരു യാഗമാണ്. കുതിരയുടെ മസ്തകത്തിൽ ജയപത്രം ബന്ധിപ്പിച്ച് യഥേഷ്ടം സഞ്ചരിക്കാൻ വിടുന്ന, കുതിരയെ തടയുന്നതുവരെ യുദ്ധത്തിൽ ജയിക്കണം എന്ന യാഗമാണ് അശ്വമേധം കൊണ്ട് അർത്ഥമാക്കുന്നത്. കുതിര എന്നത് സാധാരണ നമ്മ യുദ്ധങ്ങളിൽ വേണ്ടിയാണ് ഉപയോഗിക്കുക. ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വേഗതയിൽ ഓടാൻ പറ്റുന്നതും കുറച്ച് കരുത്തും കൂടി ഉള്ളതാണ് ഈ കുതിര. അതുകൊണ്ടാണ് സർഗശക്തിയെ കുതിരയായി ഒന്ന് ഉപമിച്ചത്. സർഗശക്തിയാകുന്ന കുതിരയുടെ കണ്ണുകളിൽ ഉന്മേഷവും കാലുകളിൽ ആവേശവും കാണുന്നു. അതായത് സർഗശക്തിയെ ഒരു ശക്തിക്കും, അതായത് ദൈവത്തിന് പോലും അടക്കി വെക്കാൻ പറ്റില്ല എന്നാണ് കവി പറയുന്നത്. കുതിരയുടെ കണ്ണുകളിലെ ഉന്മേഷവും കാലുകളിലെ ആവേശവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സർഗശക്തിയാകുന്ന കുതിരയുടെ കണ്ണുകളിലെ ഉന്മേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ ജൈത്രയാത്ര അത് ഒരു വശത്തേക്കും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് മാത്രമായിട്ടാണ് അത് സഞ്ചരിക്കുന്നത്. അതിന്റെ ലക്ഷ്യത്തേക്കാണ് അത് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യത്തേക്ക് അതിന് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും വേഗം എത്താൻ വേണ്ടിക്ക് ആ കുതിര ശ്രമിക്കുന്നുണ്ട്. കുതിരയുടെ കണ്ണുകളുടെ ഉന്മേഷം ദീർഘവീക്ഷണത്തെയും കാലുകളുടെ ആവേശം എല്ലാം കീഴടക്കാനുള്ള ധൃതിയെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ടീം ഈ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശിരസുയർത്തി നിൽക്കുന്ന വാക്കുകളും ദീർഘവീക്ഷണമുള്ള ചിന്തകളും തന്നെയാണ് സർഗശക്തിയുടെ ആധാരമെന്ന് പറയുന്നത്. കണ്ണുകളിലെ ഉന്മേഷം എന്നത് ക്രാന്തദർശിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുന്നിലുള്ള കാര്യങ്ങൾ മുന്നേ കാണുന്ന ഒരു ദർശനം തന്നെയാണത്. കാലുകളിലെ ഉത്സാഹം എന്നത് കീഴടക്കുവാനുള്ള വെമ്പലാണ്. ഇത് രണ്ടും ആ കുതിരയ്ക്കുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഉത്തരത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ടീം ഇക്ക് വീണ്ടും 10 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അശ്വമേധത്തിലെ കവിതയിലൂടെയുള്ള വലിയ രീതിയിലുള്ള ഒരു കീഴടക്കൽ മനുഷ്യന്റെ ഊർജം വിളംബരം ചെയ്യൽ നടത്തുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്:
രാജകീയ ഉന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. സർഗശേഷിക്കു നേരെ വന്ന നിരവധി അതീശത്വങ്ങൾ നമുക്ക് അറിയാം. എന്ത് അതീശത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് കവിതയുടെ പരിസരം കൂടി ഈ അവസരത്തിൽ പറയേണ്ടത്. മലയാളത്തിലെ പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ കവിതയാണ് മുളങ്കാട്. അതിലെ ഒരു ചെറിയ ഭാഗമാണ് പാഠഭാഗമായ അശ്വമേധം. ഇതിൽ കവി തന്റെ സർഗസൃഷ്ടിയാകുന്ന കുതിരയെ കലയുടെയും സാഹിത്യത്തിന്റെയും മടിത്തട്ടായ വിശ്വസംസ്കാര വേദിയിലേക്ക് അശ്വമേധയാഗത്തിനായി വിട്ടയക്കുകയാണ്. പ്രകൃതിയോട് മല്ലിട്ടും ധാരാളം പ്രശ്നങ്ങളെ തരണം ചെയ്തുമാണ് കവിയുടെ പൂർവികർ സർഗസൃഷ്ടിയെ ആർജിക്കുന്നത്. സർഗസൃഷ്ടിയുടെ ഈ യാത്രയിൽ രാജാക്കന്മാരും വേദതത്വന്മാരും ദൈവവും എല്ലാം അവരുടെ ഗുണമേന്മ വാഴ്ത്തി പാടുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാർ കൊട്ടാരത്തിൽ ആസ്ഥാന കവികളെ തന്റെ ഗുണമേന്മയും കഴിവുകളും വാഴ്ത്തിപ്പാടുവാൻ വേണ്ടി മാത്രം നിയമിച്ചിരുന്നു. അതുപോലെ പുരാണത്തിൽ ഭക്തിയും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി മാത്രം സർഗസൃഷ്ടി ചുരുങ്ങിപ്പോയിരുന്നു. രാജാക്കന്മാർ തനിക്ക് ഉപകാരപ്രദമായും പിന്നെ അവരെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഗുണം ലഭിക്കുന്ന വിധത്തിലും അവരുടെ കഴിവുകളെയും അവരുടെ ശരികളെ മാത്രം പുകഴ്ത്തിപ്പാടുന്നതിനു വേണ്ടി അവർ സർഗസൃഷ്ടിയെ ഉപയോഗിച്ചിരിക്കുന്നു. സർഗസൃഷ്ടി കൊണ്ട് അവരവരുടെ കഴിവിനെ മാത്രം ലോകത്തെ അറിയിക്കുകയും സർഗസൃഷ്ടി എന്ന മഹത്തായ കാര്യത്തെ അവരുടെ കൈക്കുള്ളിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഉത്തരം ശരിയാണ്. ഇവിടെ കവികൾ കൊട്ടാരക്കെട്ടുകളിലെ ആസ്ഥാന ഗായകരായി തളച്ചിടപ്പെട്ട ഒരവസ്ഥയെ തന്നെയാണ് പറയുന്നത്. രാജസ്തുതി മാത്രമേ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലഘട്ടത്തിലെ സാഹിത്യത്തെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീം ഡി 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഒരു സാഹിത്യം, ഒരു മനുഷ്യ സംസ്കാരം, അത് വളർന്നതിന്റെ നാൾവഴികൾ അതിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞ നമുക്കും കേൾക്കുവാൻ ഇഷ്ടമായിരിക്കും. കാട്ടിൽ വെച്ച് കണ്ടെത്തി, കാട്ടുപുൽത്തണ്ട് നൽകി വളർത്തി എന്നീ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ത് എന്നതാണ് എന്റെ ചോദ്യം. മലയാളത്തിലെ പ്രശസ്ത കവി വയലാർ എഴുതിയ മുളങ്കാട് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് അശ്വമേധം എന്ന കവിത. ഇവിടെ അശ്വമേധം എന്നത് പ്രാചീന ഭാരതത്തിൽ നടന്ന ഒരു യാഗമായിരുന്നു. ഇവിടെ അശ്വത്തെയാണ് കവിയുടെ സർഗശക്തി അല്ലെങ്കിൽ മനുഷ്യരുടെ സർഗശക്തിയുമായി ഉപമിക്കുന്നത്. കുതിര എന്ന മൃഗത്തിന് ശക്തി, വേഗത, അധികാരം എന്നിവയുടെ ചിഹ്നമാണ്. അതിനാൽ തന്നെ നമ്മൾ രാജാക്കന്മാരുടെ രഥം വലിക്കുന്നത് കുതിരയാണ്. ആ ചിത്രങ്ങളിലൊക്കെ നമുക്ക് കുതിരയെ കാണാൻ കഴിയും. അതിനാൽ തന്നെ അത് അധികാരത്തിന്റെ ചിഹ്നമാണ്. അതിനാലാണ് കവി ഇവിടെ തന്റെ സർഗശക്തിക്ക് അത്രയും അധികം ശക്തി ഉണ്ടെന്ന് തെളിയിക്കാനാണ് കുതിരയെ തിരഞ്ഞെടുത്തത്. ഈ കുതിരയ്ക്ക് ആദ്യമായി കാട്ടിൽ വെച്ച് കവിയുടെ മുതുമുത്തച്ഛന്മാർ എന്ന് വെച്ചാൽ ആദിമ നിവാസികളാണ് ഈ കുതിരയൊക്കെ കണ്ടെടുത്തത്. കുതിര എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സർഗശക്തിയാണ്. സർഗശക്തിയെ കണ്ടെടുത്ത് പുല്ലും മറ്റും കൊടുത്താണ് വളർത്തിയെന്നത് പറയുന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സർഗശക്തിയെ ആദിമ നിവാസികൾ കണ്ടെത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഹാചിത്രങ്ങളിലൂടെയാണ്. അവർ അവരുടെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുകയും അങ്ങനെ ആദ്യമായി സർഗശക്തി അവിടെ രൂപപ്പെടുകയായിരുന്നു. പിന്നെ വളർന്ന് ഓരോ കാലഘട്ടത്തിലും ലഭിക്കുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഓരോ സൗകര്യങ്ങൾക്കനുസരിച്ച് സർഗശക്തി വളരുകയും അങ്ങനെ ഒടുവിൽ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. ആദ്യമായി കുതിരയെ കണ്ടത് അവരാണ്. അവർ ഗുഹാചിത്രങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്ന് നാം കാണുന്ന ഇത്രയും അധികം പുരോഗതി. ഇന്ന് നാം നവമാധ്യമ സാങ്കേതിക വിദ്യയുടെ രംഗത്താണുള്ളത്. അത്രയധികം പുരോഗതിയിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. സർഗാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയത് കണ്ടുപിടിക്കാനുള്ള കഴിവാണ്. ആ കഴിവ് നമുക്കിന്ന് ലഭിച്ചത് ഒരു ഗുഹാചിത്രത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അവരതിനെ അവരുടേതായ രീതിയിൽ പരിപോഷിപ്പിച്ച് വളർത്തിയാണ് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള സർഗശക്തിയിലേക്ക് എത്തിയത്. ഓക്കെ, നമ്മുടെ ടീം സിയുടെ ഉത്തരം ശരിയാണ്. ആദ്യ കാവ്യം രാമായണമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ വെച്ച് കണ്ടെത്തിയെന്ന പ്രയോഗം ആദികാവ്യമായ രാമായണത്തിന്റെ പിറവിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വനവാസികളായ ആദിമ മനുഷ്യനിലും സർഗശക്തി നിലനിന്നിരുന്നു. ഗുഹാചിത്രങ്ങള്, കാട്ടിലെ നൃത്തം, പാട്ട് എന്നിവയിലൂടെ ആ സർഗശക്തി വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശിമാർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പൂർവികർ തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് കേട്ടുപിടിച്ച പാഠങ്ങൾ നൽകി സർഗശക്തിയാകുന്ന കുതിരയെ വളർത്തി. കാട്ടിലെ പുൽത്തണ്ട് എന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആദിമതയിൽ നിന്ന് ലഭിക്കുന്ന പുതിയ സർഗ വൈഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നാടോടി സാഹിത്യത്തിലൂടെ കവിത വളർന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഉത്തരത്തിന് നൽകാൻ സാധിക്കുന്നത്. ടീം സിക്ക് 10 പോയിന്റ്. സർഗശക്തിയുടെ സൗന്ദര്യതലം എന്നും പ്രസക്തമാണ്. സൗന്ദര്യത്തിൽ അധിഷ്ഠിതമാണ് സർഗശക്തി എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇവിടെ ചോദ്യം ഇതാണ്: മുത്തണിക്കൂണുകൾ എന്ന പ്രയോഗത്തിന്റെ സൗന്ദര്യതലം എന്ത്? ടീം
ബിയോടാണ് ചോദ്യം. വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിതയിൽ കുതിരയെ അഥവാ അശ്വത്തെ സർഗ സൃഷ്ടിയുമായി ഉപമിക്കുകയാണ് കവി ചെയ്യുന്നത്. ഇവിടെ കുതിരയായ സർഗസൃഷ്ടി കാലാന്തരങ്ങളോളം സഞ്ചരിക്കുന്നത് പലതും കീഴടക്കിയിട്ടാണ്. അതായത് ആധിപത്യം സ്ഥാപിച്ച് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന രാജാക്കന്മാരെ കീഴടക്കി അതിൽ നിന്ന് വിജയിച്ചിട്ടാണ് സർഗസൃഷ്ടിയായ നമ്മുടെ അശ്വം പാഞ്ഞു ഇവിടെ മുത്തുണിക്കൂടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രാജാധികാരങ്ങളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ മുത്തുണിക്കൂടുകളൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് അശ്വം എന്ന സർഗസൃഷ്ടി പാഞ്ഞുപോകുന്നത്. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 10 പോയിന്റ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. ഇതൊരു പ്രയോഗ ഭംഗിയെക്കുറിച്ചാണ്. ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? വയലാറിന്റെ പ്രശസ്തമായ കവിതയാണ് അശ്വമേധം. ഇവിടെ അശ്വം അതായത് കുതിരയെ സർഗശക്തിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ സർഗശക്തി വലിയ ജാതിയിലുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു. അത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് സർഗശക്തി ഉപയോഗിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അതുപോലെ രാജാക്കന്മാരെ പ്രശംസിക്കുവാനായിരുന്നു പണ്ട് സർഗശക്തി ഉപയോഗിച്ചിരുന്നത്. അതായത് കൊട്ടാരങ്ങളിൽ വസിക്കുന്ന എഴുത്തുകാർ രാജാക്കന്മാരെ പ്രശംസിച്ചുകൊണ്ട് അതിന് പാരിതോഷികം വാങ്ങുന്നു. അതിനുവേണ്ടിയാണ് സർഗശക്തി ഉപയോഗിച്ചത്. അതുപോലെ ദൈവങ്ങളെ പ്രശംസിക്കാനായി ആത്മീയമായ ദൈവികമായ കൃതികൾ രചിക്കുവാനായി പല കവികളും സർഗശക്തിയെ ഉപയോഗിച്ചിരുന്നു. ആത്മീയമായ രചനകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ സർഗശക്തിയെ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ആ സർഗശക്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. ടീം എയുടെ ഉത്തരം ശരിയാണ്. ഒരു കാലഘട്ടത്തില് സാഹിത്യത്തിൽ നിറഞ്ഞു നിന്നത് ദേവതാസ്തുതികളും ഭക്തിയും മാത്രമായിരുന്നു. ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി എന്ന പ്രയോഗം തന്നെ ദേവതാസ്തുതിപരമായ സ്തോത്രകാവ്യങ്ങളും ഭക്തി പ്രസ്ഥാനവുമൊക്കെയാണ് സൂചനയായി നമുക്ക് കാണുവാൻ സാധിക്കും. ടീം എക്ക് 10 പോയിന്റ്. രണ്ടാം റൗണ്ട് പൂർത്തിയാവുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ടീമും 20 പോയിന്റ് വീതം നേടിയിട്ടുണ്ട്. 2 റൗണ്ട് പൂർത്തിയായപ്പോൾ 2 റൗണ്ടിലുമായി ഓരോ ടീമും നേടിയ ആകെ മാർക്ക് ടീം എ 30, ടീം ബി 20, ടീം സി 33, ടീം ഡി 30, ടീം ഇ 30. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ടീം സി ആണ് 33 പോയിന്റോടുകൂടി. കേരള പാഠാവലി പ്രശ്നോത്തരി തുടരും നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ